മുന്നോടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒതുക്കാനുള്ള ഒരു അവസരം കാത്തു നിൽക്കുകയായിരുന്നു ബി. അത് കിട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ അതെല്ലാം പാളിപ്പോയ അവസ്ഥയിലാണ് കേരളത്തിലെ ബി നേതാക്കൾ. കുംഭമേള വൈറൽ താരം മൊണാലിസ ഭോസ്ലെയുടെ വിവാഹം കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുത്ത് നടത്തിയപ്പോൾ താരത്തിന് 18 വയസ്സ് തികഞ്ഞിട്ടില്ലെന്നും കേരളം ലവ് ജിഹാദിന്റെ കേന്ദ്രമായി മാറുന്നു എന്നാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ഉയർത്തുന്ന വാദം. മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നും KP ശശികല ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിക്കുന്നുണ്ട്. എന്നാൽ മൊണാലിസയുടെ പത്രസമ്മേളനത്തിലൂടെ ഇതെല്ലാം കാറ്റിൽ പറത്തിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ. താരത്തിന് 18 വയസ്സായെന്നും ലവ് ജിഹാദ് അല്ലെന്നും രേഖകളോടെ സമർത്ഥിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആയി. क्योंकि नॉर्थ में जो चल रहा है वो बहुत गलत चल रहा है कि लव जिहाद है, ये ऐसा कुछ नहीं है, सब धर्म बराबर है। मोनालिसा अपने धर्म में रहेगी, मैं अपने धर्म में रहता हूँ, लेकिन हम सभी धर्म का सम्मान करते हैं। मैं मंदिर में भी जाता हूँ, मैं मस्जिद में भी जाता हूँ, मैं पूजा भी करता हूँ, सब कुछ करता हूँ। तो मेरे लिए सब इक्वल है, क्योंकि मैं भी आर्टिस्ट हूँ, ये भी आर्टिस्ट है, हम इंसान है सबसे पहले। और ये केरला स्टेट में बहुत अच्छी चीज है कि सब यहाँ पे कोई कास्ट वास्ट का कोई भेदभाव नहीं है, सब इंसान को इंसान की नजरिए से देखते हैं केरला के लोग, इसलिए केरला सबसे बेस्ट। എന്നാൽ പ്രണയം വീട്ടിൽ എതിർത്തതിനെ തുടർന്നാണ് സംരക്ഷണം തേടി മൊണാലിസ കേരളത്തിലേക്ക് എത്തിയത്. തിരുവനന്തപുരം പൂവാർ അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിൽ വെച്ചാണ് മഹാരാഷ്ട്ര സ്വദേശിയായ മുഹമ്മദ് ഫർമാനെ മൊണാലിസ ഹൈന്ദവ ആചാരപ്രകാരം വിവാഹം കഴിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രി V ശിവൻകുട്ടി, ജില്ലാ സെക്രട്ടറി A റഹീം എന്നിവരുൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. ബുധനാഴ്ച രാവിലെ നിർബന്ധിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അച്ഛൻ ശ്രമിക്കുന്നു എന്ന പരാതിയുമായാണ് മൊണാലിസ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയത്. അച്ഛൻ നാട്ടിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു മൊണാലിസയുടെ പരാതി. അച്ഛനൊപ്പം പോകാൻ താല്പര്യമില്ലെന്നും കാമുകനൊപ്പം പോകണമെന്നും മൊണാലിസ പോലീസിനോട് വ്യക്തമാക്കി. പിന്നാലെയായിരുന്നു കേരളത്തിൽ വെച്ച് തന്നെ വിവാഹം കഴിക്കാൻ മൊണാലിസയും ഫർമാനും തീരുമാനിച്ചത്. അതേസമയം മൊണാലിസയുടെ മാതാവിന്റെ അവകാശവാദം എന്ന പേരിലാണ് ശശികല ആധാർ കാർഡിന്റെ ചിത്രം ഉൾപ്പെടെ പങ്കുവെച്ച് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. നിയമപരമായി സാധുത ഇല്ലാത്ത വിവാഹമാണ് CPM നേതാക്കൾ നടത്തി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്തത് എന്നാണ് ശശികല പറയുന്നത്. പ്രണയക്കെണിയിൽ കുടുക്കിയാണ് യുവാവ് മൊണാലിസയെ കേരളത്തിലെത്തിച്ച് വിവാഹം ചെയ്തത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറ്റ് നേതാക്കളും ചേർന്ന് ഈ വിവാഹം പൂർത്തിയാക്കി. കേരളം ലവ് ജിഹാദിന്റെ കേന്ദ്രമായി മാറുകയാണെന്നും ശശികല ആരോപിക്കുന്നു. വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി നൽകുന്ന സംഘങ്ങൾ ഉണ്ടെന്നും ശശികല പറയുന്നു. എന്നാൽ വിവാഹം നടത്തി നൽകിയ CPMകാരെ ഹിന്ദു വിരുദ്ധർ എന്ന് പറയാനാകില്ലെന്നും ശശികല പരിഹസിക്കുന്നു. സിന്ദൂരം ചാർത്തി നിലവിളക്കേറ്റുവാങ്ങുന്ന മൊണാലിസയുടെ ചിത്രം പങ്കുവെച്ചാണ് ശശികലയുടെ പ്രതികരണം. ശശികലയുടെ വിമർശനങ്ങളെ അപ്പാടെ തള്ളുന്നതായിരുന്നു മൊണാലിസയുടെയും ഫർമാന്റെയും പത്രസമ്മേളനം. രേഖകൾ ഉയർത്തിക്കാട്ടിയാണ് ഇരുവരും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത്. ഇതോടുകൂടി ശശികലയുടെ വാദം പൂർണ്ണമായി തകരുകയായിരുന്നു.